ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? അപ്പം നമുക്കിവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം ഏതാണ് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളതെന്ന്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ലവ് മാരേജ് ചെയ്യുന്നതാണോ അറേഞ്ച് മാരേജ് ചെയ്യുന്നതാണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ജനറേഷനിൽ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്? ഓരോരുത്തരും ഇഷ്ടമല്ലായിട്ട്. എന്നാലും നമ്മൾ ഇത് നോക്കുമ്പോൾ നല്ലത് ഏതാണ് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ? ലവ് മാരേജ് ചെയ്യണയാണോ അതോ അറേഞ്ച് ചെയ്ത് ചെയ്യണയാണോ നല്ലത്? രണ്ടാളും തമ്മിൽ ഇഷ്ടം ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. ആ, എന്തായാലും രണ്ടിലും ഉണ്ടാവൂല, ഇഷ്ടം എന്തായാലും ഉണ്ടാവും. പക്ഷെ ഒരു കല്യാണം എന്ന് ഉണ്ടാവണമെന്നില്ലല്ലോ. ഉണ്ടാവണമെന്നില്ല. ലവ് മാരേജ് ആണെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ മിക്കവാറും കണ്ടുവരുന്നതാണ്. ലവ് മാരേജിന്റെ മുന്നുള്ള ഇഷ്ടം കല്യാണം കഴിഞ്ഞിട്ട് ആകെ വ്യത്യസ്തമാവുന്നുണ്ട്. അറേഞ്ച് മാരേജിലായാലും സെയിം പ്രോബ്ലം. അറേഞ്ച് മാരേജ് പക്ഷെ വീട്ടുകാർ ഉണ്ടാവും എന്നുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പൊ വീട്ടുകാർ പറയണ ന്യായം. എന്തായാലും വീട്ടുകാർ കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ള സംഭവം ഉണ്ട്. സ്വന്തം മക്കളോട് ഇഷ്ടം ഉണ്ടാണെങ്കിൽ ഏതവസ്ഥയിലും കൂടെ ഉണ്ടാവേണ്ടതാണല്ലോ. ഓക്കെ, ഡെഫിനറ്റ്ലി ലവ് മാരേജ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പ്രണയമല്ലേ അല്ല. പക്ഷെ ലവ് മാരേജ് എടുത്ത് ഒരുപാട് ഡൈവോഴ്സ് കേസുകൾ റീസെന്റ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ടെന്ന് പറയാം. അപ്പൊ ലവ് മാരേജ് സേഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? അറേഞ്ച് മാരേജിലാണ് കൂടുതൽ ഡൈവേഴ്സ് വരുന്നത്. ലവ് മാരേജിൽ വരുന്നില്ല എന്നല്ല, എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പം എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. സോ അവര് തീരുമാനിക്കും. ലവ് മാരേജിൽ ഫാമിലി സപ്പോർട്ട് കൊടുക്കാത്തതിന്റെ റീസൺ എന്തായിരിക്കും? ഫാമിലി അത് പരമ്പരാഗതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമോ. പെണ്ണിന്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിച്ചെന്ന് വരില്ല. സമ്മതിപ്പിച്ച് കെട്ടിയാലും ഇപ്പൊ ജോലി ഉണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് വേറൊരു കാരണങ്ങൾ അവർ കണ്ടെത്തും. എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കില്ല പോയി അവരുടെ കണ്ണില് കല്യാണം കഴിക്കും. ബോയ് ഗേളെന്ന് അങ്ങനെ തരംതിരിക്കണ്ട. അവര് ആക്ച്വലി എന്താ പറയാ, അങ്ങനെ തരംതിരിച്ച് കണ്ട രണ്ടുപേർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ആണുങ്ങളെ കല്യാണം കഴിക്കുന്നു, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നു. അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരും പിരിയുന്നു. ജെൻഡറിന്റെ പ്രശ്നമില്ല അവിടെ. അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അഡ്ജസ്റ്റ് ചെയ്തും ജീവിക്കും. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. ബ്രോഡൊരു ഇതില് ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആണ് കൂടുതൽ നല്ലത്. ഒന്നും അറിയാത്ത ഒരാളൊക്കെ അറിയും, കുറച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളെ കിട്ടുന്നില്ല നല്ലത്. ഇപ്പൊ നമ്മളൊരു ആളെ കല്യാണം കഴിച്ചു, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആൾ മാറും. ആളുടെ ക്യാരക്ടർ മാറാൻ തുടങ്ങും. ശരിക്കുള്ള ക്യാരക്ടർ കാണുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ലവ് മാരേജ് ആകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് പോയാൽ എവിടം വരെ പോകാൻ പറ്റും എന്നറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ലവ് മാരേജ് ആണ് കുറച്ച് നല്ലത്. ഇനി ഒരു തലമുറയ്ക്ക് അതിപ്പോൾ പറയാൻ പറ്റത്തില്ല. ലവ് മാരേജല്ല അറേഞ്ച് മാരേജ് രണ്ടിലും പ്രോബ്ലംസ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു മാരേജാണ്. അപ്പോൾ അത് ചെയ്യുന്ന കുറേ നാൾ കഴിയുമ്പോൾ അവർ ഡിവോഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അറേഞ്ചിലും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഈ അറേഞ്ച്ഡ് മാരേജ് കഴിക്കുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവും, ലവ് മാരേജ് ആകുമ്പോൾ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. യെസ്, അത് കറക്റ്റാണ്, 100% കറക്റ്റാണ്. കാരണം ലവ് മാരേജ് ആകുമ്പോൾ ചില പേരൻസ്, നല്ല പേരൻസ്, ചില പേരൻസ് ഉണ്ട് എൻ്റെ മകളാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണെന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ അങ്ങനെയല്ല, അവരെ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ മകളോട് അല്ലെങ്കിൽ മകനോട് സ്നേഹം ഉണ്ടെങ്കിൽ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ അവരുടെ ഏത് അച്ഛനായാലും അമ്മയായാലും മക്കളുടെ ഭാവിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ ഒന്നുകൂടി അത് ചിന്തിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കാം. നല്ല രീതിയിലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്? അറേഞ്ചാണ് നല്ലത്. അറേഞ്ച്ഡ് ആണ് നല്ലത്. ഓക്കെ, ലവ് മാരേജിൽ അറേഞ്ച്ഡ് മാരേജിൽ പോകുമ്പോൾ കാര്യമുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഒരു സാധനം, അണ്ടർസ്റ്റാൻഡിങ് വേണം. അതില്ലാതിട്ടൊക്കെ അറേഞ്ച് ആയി ലവ് ആയാലും ലവ് മാരേജ് ഒന്നുകൂടി പ്രിഫറബിൾ ആയിട്ടില്ല. കാരണം അണ്ടർസ്റ്റാൻഡിങ് മുന്നേ കിട്ടും. ഇത് പിന്നെ പെട്ടെന്നൊരു ഇതിൽ പിന്നെ നമുക്ക് വേണ്ടെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഇത് മുന്നേ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ലവ് മാരേജ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെയോ കുഴപ്പമില്ല, രണ്ടായാലും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും ഏറ്റവും നല്ലത് ഏതാ? ലവ് മാരേജ് ആയി. കാരണം കുറച്ചുകൂടെ നേരത്തെ നമുക്ക് അറിയാലോ ക്യാരക്ടർ വൈസ് ആയാലും എങ്ങനെയായാലും. ഇനിയുള്ള അങ്ങോട്ട് ജനറേഷൻ മൊത്തം ലവ് മാരേജ് ആണെന്ന് തോന്നുന്നുണ്ടോ? അത് ചേഞ്ച്, നല്ല രീതിക്ക് ചേഞ്ച്. പണ്ടത്തെ കാലഘട്ടമല്ലല്ലോ, ഭയങ്കര ലവ് മാരേജ് പണ്ടത്തെ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ബെറ്റർ അങ്ങനെയില്ല. അണ്ടർസ്റ്റാൻഡിങ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും ബെറ്റർ അവർ തമ്മിലുള്ള പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്. എന്നാലും ഇത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നിങ്ങളുടെ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത്? പക്ഷെ നമുക്ക് രണ്ടൊരു നെഗറ്റിവിറ്റി ഇതുവരെ തോന്നിയിട്ടില്ല. രണ്ടും നമുക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. വെച്ചാല്
ലവ് മാരേജ് ആണെങ്കിലും പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമേ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് ഡൈവോഴ്സുകൾ വരുന്നുണ്ട്. അതിപ്പോ ഈ ലവ് മാരേജിന്റെയും ലിവ് ഇൻ ടുഗദറിന്റെ കടന്ന സമയം അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് ഡൈവോഴ്സുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഈ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും ഒരുപാട് ഡൈവോഴ്സ് വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പണ്ടത്തേക്കാൾ കൂടുതലാണ് ഇപ്പോ. അതെ അത് ശരിയാണ്. അത് ശരിക്കും വെച്ചാൽ ഇപ്പൊ കുറെ പേര് സെൽഫ് എംപ്ലോയിഡ് ആയി തുടങ്ങി. അപ്പൊ തന്നെ അവർക്ക് അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഐഡിയ മിക്കവർക്കും ആയി തുടങ്ങി, എഡ്യൂക്കേറ്റഡ് ആയി തുടങ്ങി. അതാണ് മെയിൻ പ്രശ്നം. എന്നുവെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ആർക്കും ഇപ്പൊ താല്പര്യമില്ല. എല്ലാവരും എന്നുവെച്ചാല് അഡ്ജസ്റ്റ്മെന്റ് ഒഴിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരുമിച്ച് പോവാന്നുള്ളതാണ് എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത്. അപ്പൊ അത് നടക്കാണ്ട് വരുമ്പോ എപ്പോഴും ഡിവോഴ്സ് ആണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലവ് മാരേജ് എന്തുകൊണ്ടാണ് ലവ് മാരേജ്? നമുക്ക് മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഒരാളെ തന്നെ കെട്ടാൻ കഴിയും. ഇവിടെയോ എന്തുകൊണ്ടാണ് ലവ് മാരേജ് എന്ന് പറയാൻ കാരണം? പരസ്പരം മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അതായത് അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടാവും, ലവ് മാരേജ് ആകുമ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഉണ്ടാവില്ല. അപ്പൊ അത് ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കില്ലേ? പ്രശ്നമാണ്. പക്ഷെ നമ്മളത് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യില്ല. ഇപ്പൊ ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കുന്ന സംഭവമാണ് ലവ് മാരേജിൽ. കുറച്ച് നാളത്തേക്ക് ലവ് ഉണ്ടായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഇല്ലാണ്ടായി രണ്ട് ഡൈവോഴ്സുകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലവ് മാരേജ് ഇപ്പൊ കൂടി വന്നതുകൊണ്ട്. അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ സംസാരിച്ചിട്ട് പ്രശ്നം സോൾവ് ചെയ്യാം. അല്ലാണ്ട് അവർ തമ്മിൽ പ്രശ്നത്തിൽ ഡൈവോഴ്സ് ചെയ്യാണ്ടിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഡൈവോഴ്സുകളുടെ എണ്ണം കൂടി വരാണ്? അത് ഈ ലവ് മാരേജും ലിവിങ് ടുഗദറിന്റെ ഒക്കെ ഒരു കടന്നു വരവോടെയാണ് കൂടുതൽ ഡൈവോഴ്സ് കേസുകൾ വരുന്നത്. മെയിനായിട്ട് ഈഗോയുടെ പ്രശ്നമാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും ആ പ്രശ്നങ്ങൾ വരണുണ്ട്. രണ്ടിലും ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുതലൊക്കെ തന്നെ. എൻ്റെ ഒപ്പീനിയനിൽ ലവ് മാരേജ് ആയിരിക്കും. ബിക്കോസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് മനസ്സിലാക്കി ഒരു മാരേജിലോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറേഞ്ച് മാരേജ് മോസ്റ്റ്ലി എൻ്റെ ഒരു പ്രിഫറൻസിൽ ആൾക്കാർ ചുമ്മാ കണ്ട് അതൊരു ഫോഴ്സ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നേരത്തെ അത് കുറച്ചും കൂടി കണക്ട് വരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഓരോ ലൈക്കിങ്സ് ഉണ്ടാവും. സോ ഐ തിങ്ക് പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് ലവ് മാരേജ് എടുത്ത് ഡൈവോഴ്സിലേക്ക് എത്തുന്നു. ഒരുപാട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് ഡൈവോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ലവ് മാരേജിൽ വരുമ്പോൾ അത്ര നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ അറേഞ്ച് മാരേജിലാണെങ്കിലും കുറെ ഇഷ്യൂസ് അവർ തമ്മിൽ ഉണ്ടാവും. ലവ് മാരേജിലും രണ്ട് ഇതിലും ഉണ്ട്. പക്ഷേ അത് ലവ് മാരേജ് ചെയ്യുമ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് കിട്ടില്ല. അറേഞ്ച് മാരേജിൽ ഇപ്പൊ ആളുടെ ഭാഗത്ത് നിന്നുണ്ടായാലും തിരിച്ച് വീട്ടിലേക്ക് പോവാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ട്. ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഉണ്ടാവില്ല. എല്ലാം ഒരുമാതിരി ലോൺലി ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ പിന്നെയും ഫ്രസ്ട്രേറ്റഡ് ആവുന്നതായിരിക്കും. മറ്റേത് നമുക്ക് എപ്പോഴും ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. കുറച്ചും കൂടി അത് ഓക്കെ ആക്കാൻ മാരേജ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണല്ലേ. ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. ഇത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. ഇപ്പം നമുക്കിപ്പം നമ്മൾ ലവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം അറേഞ്ച് മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ലവ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ മാരേജ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ ഈ ലവ് ചെയ്താലും ഒരുപാട് ഡൈവോഴ്സുകൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ റീസെന്റ്. ഇത് മനസ്സിലാക്കി ജീവിക്കണം. അവര് എന്തുവാ ഈഗോ കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ഉണ്ടെങ്കിൽ ഡൈവോഴ്സിലോട്ട് പോകത്തില്ലല്ലോ അല്ലേ? ഇവിടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നന്നായിട്ട് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ലവ് മാരേജ്. ഇവിടെ ഏതായാലും മനസ്സിലാക്കുന്ന ഒരാളായ എന്നാലും നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ബെറ്റർ? ലവ് മാരേജ്. എന്തുകൊണ്ടാണ് ലവ് മാരേജ്? രണ്ടാക്കും പരസ്പരം അങ്ങോട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ. ഈ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ വീട്ടുകാർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ റീസൺ എന്തായിരിക്കും? അവർക്കൊരു പേടിയായിരിക്കും ഞങ്ങളെ പോലെ ആയി പോവോ മക്കള്. അല്ല, അവര് അറേഞ്ച് മാരേജ് ആയിരിക്കില്ലേ? അതവരുടെ അപ്പൊ അവർക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അല്ല, എങ്ങനെയായാലും ഇപ്പത്തെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് സ്ത്രീധനത്തിന്റെ പേരിലും. അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ എന്തായാലും സ്ത്രീധനം എല്ലാ കാര്യങ്ങളൊക്കെ നോക്കത്തില്ലേ? അപ്പൊ എന്നെക്കാളും നമ്മളെ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ലവ് മാരേജ് തന്നെയാണ്. ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആയാലും കുറച്ച് ആള് ലവ് ഉണ്ടായിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പിരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് ഡൈവോഴ്സ് കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ലവ് മാരേജ് സേഫ് ആണ് തോന്നുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ? കുറച്ച് നാൾ കഴിയുമ്പോൾ ലവ് പോകുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. അല്ല, അതിപ്പോ അവര് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പം. ഇപ്പൊ അത് പ്രേമിച്ചെടുക്കുമ്പോൾ പ്രേമിക്കും, കല്യാണം കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറുന്നുള്ളൊരു ടോക്ക് ഇപ്പൊ ഗേൾസിന്റെ ഇടയിലുണ്ട്. അത് എന്താണ് അങ്ങനെ വരാനുള്ള കാരണം? അവർക്കൊരു കുറെ പ്രാരാബ്ദങ്ങളാവുമ്പോ അവര് താനെ അങ്ങ് ഇതായി പോവാണ്.
ലവ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോൾ മനസ്സിലാക്കി അങ്ങ് തുടങ്ങും. ഇങ്ങനെ ഇപ്പോഴത്തെ സൊസൈറ്റി അവർക്ക് അറിയാലോ, ആ രീതിക്ക് അങ്ങനെ പോയിക്കോളും. അതായത് നിങ്ങൾ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് കല്യാണം കഴിയുമ്പോൾ ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ കേസിന്റെ ഒരു ടോക്കിലുണ്ട്. അങ്ങനെയുള്ള സംഭവം എന്താണ് പറയാനുള്ളത്? അല്ല, അങ്ങനെ ആവരുതല്ലോ. അല്ല, സാഹചര്യം മൂലം ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ സാഹചര്യം മൂലം എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കാൻ പറ്റാത്ത റീസൺ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആരാ? ഞങ്ങൾ തന്നെ. കേസ് തന്നെ. അപ്പൊ ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് തന്നെ? അല്ല, അതങ്ങനെ പറയാൻ പറ്റില്ല. ഗേൾസ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. രണ്ടാളും ഒരേപോലെ പോണം. രണ്ടാളുടെയും എന്താ പറയാ, രണ്ടാൾക്കും ഓരോ ബാധ്യതകളുണ്ട്. രണ്ടാളും മനസ്സിലാക്കി പോണം. മനസ്സിലാക്കിയിട്ട് പോകാം.